Good evening all and welcome to Grand Magical Circus powered by Kandamkulati Kunkuma Chandanadi Fairness Oil and Amrita Bindu. എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഈ എപ്പിസോഡ് അടിച്ചു പൊളിക്കാനായിട്ട് അന്തിയൂർക്കോണം ഷൈൻ കോളേജിലെ താരങ്ങളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഒരു ഉത്സവമേളം തീർക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 2 പെൺകുട്ടികളാണ്, നല്ല സുന്ദരിമാരാണ് ഈ വേദിയെ കൈയടക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകൾ ആരൊക്കെയാണ് ശ്രദ്ധ? പറയൂ. ഞാൻ ആദ്യം തന്നെ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും വളരെ അറിയപ്പെടുന്ന ആക്ട്രസസ്മാരാണ്. അതുകൂടാതെ ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഇവര് കിടിലം ഡാൻസേഴ്സ് ആണ്. എല്ലാവരും അറിയപ്പെടുന്ന അടിപൊളി ഡാൻസേഴ്സ് ആണ്. പേരുകൾ പറയട്ടെ. ഒരാള് അമൃത ടിവിയുടെ താരമാണ്. അമൃത ടിവിയുടെ ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ വന്ന താരമാണ്. മലയാള സിനിമ കൈയടക്കിയ താരമാണ്. പിന്നെ വേദികൾ കൈയടക്കിയ താരമാണ് ഷംന കാസിം. രണ്ടാമത്തെ ആളാരാണ്? നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പാർവതി നമ്പ്യാർ. സ്വാഗതം ചെയ്യുന്നു ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലേക്ക് രണ്ടുപേരെയും, പാർവതി നമ്പ്യാർ ആൻഡ് ഷംന കാസിം. This is Grand Magical Circus powered by Kandamkulati Kunkuma Chandanadi Fairness Oil and Amrita Bindu.
മാജിക്കൽ സർക്കസിന്റെ വേദിയിലേക്ക് സ്വാഗതം. രണ്ടുപേരും ഒരു രക്ഷയില്ലല്ലേ, ഒരാള് സാരിയൊക്കെ കൊടുത്ത് വളരെ, ഇവിടെയാണെങ്കിൽ ഒരു ഏഞ്ചലിനെ മാരി ഫ്രോക്ക്. ഇന്നത്തെ എപ്പിസോഡ് മൊത്തത്തിൽ കളർഫുൾ ആണ്. നമുക്ക് വലിയൊരു കൈയടി കൊടുക്കാം. നിങ്ങൾ രണ്ടുപേരുമാണ് സെലിബ്രിറ്റി ഗസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഒരാൾ ഭയങ്കര ഹാപ്പിയിലാണ്. നടുക്കിലേക്ക് നിൽക്കണോ കലേഷ് ചേട്ടാ? ഒരു സമാധാനമാവട്ടെ. അതെ അതെ അതെ. എത്ര രാജ്യങ്ങളിൽ ഡാൻസ് പെർഫോമൻസുമായിട്ട് പോയിട്ടുണ്ട്? ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടില്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു അമൃത TV. ഇവിടെ വരുമ്പം ഇവിടെ നിൽക്കുമ്പം പണ്ടത്തെ അതേ ഫീലിംഗ് ആണ്. ആ വഴിയിലേക്ക് വരുമ്പം ഒരു വയറ്റിൻ്റെ അകത്തുനിന്ന് കിളികളും ടെൻഷൻ ഡേഞ്ചറസ് സോണിലേക്കാണോ വിളിക്കാൻ പോകുന്നൊക്കെയാണ് ഇപ്പോഴും ആലോചിക്കുന്നത്. താങ്ക്സ്, ബിക്കോസ് ഞാൻ അമ്മയുടെ മോളാണ് ആൻഡ് ഐ ഹാവ് കം ഫ്രം ദിസ് ഫ്ലോർ, സോ ഐ നോ ദ വാല്യൂ ഓഫ് ദിസ് ഫ്ലോർ. എൻ്റെ ഡാൻസ് ചിലപ്പം കണ്ണൂരൊക്കെ മാത്രം അറിഞ്ഞ് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ എന്നെ കേരളത്തിൽ നല്ലൊരു ഡാൻസർ എന്ന് അറിയിച്ചത് സൂപ്പർ ഡാൻസറാണ്. സോ എന്നും എനിക്ക് അമൃത TVയിലെ എല്ലാവരും എൻ്റെ സ്വന്തം ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ തന്നെയാണ്. എനിക്കൊന്ന് എല്ലാവരും ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് കാണാം. ഇറ്റ്സ് ലൈക്ക് എൻ്റെ ഒരു ഫാമിലിയിലേക്ക് വീണ്ടും ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സിനെ കാണുന്ന ഒരു ഫീലാണ്. എനിക്കൊരു നെർവസ് ആണ് ഇവിടെ വന്നിങ്ങനെ സംസാരിക്കുമ്പം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു റിയാലിറ്റി ഷോ കൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോയിരിക്കുന്നത്. നമുക്ക് അടുത്ത സെലിബ്രിറ്റി ഗസ്റ്റിലേക്ക് വരാം. പാർവതി, നമുക്കറിയാം, നമുക്ക് 7 സുന്ദര രാത്രികൾ എന്ന മൂവിയിലൂടെ വന്ന് ആ ഒരു ഫസ്റ്റ് മൂവി കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ ഒക്കെ മനം കവർന്ന ഒരു സുന്ദരിയായ നായികയാണ് നമുക്ക് ഇവിടെ ഗസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. പോരെ രഞ്ജിത്ത് സാറിന്റെ ലീലയെ പറ്റി പറഞ്ഞില്ല. അത് വരുന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഇവരുടെ ഒരു രണ്ടുപേരുടെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യം, പാർവതിയും ഡാൻസറാണ്, ക്ലാസിക്കൽ എല്ലാം ഉണ്ട് അല്ലേ? ഏതൊക്കെ ഡാൻസ് ഫോംസ് ആണ്? ക്ലാസിക്കൽ ആണ്. ഞാൻ ബേസിക്കലി ക്ലാസിക്കലി ട്രെയിൻഡ് ആണ്. അതില് കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം എല്ലാം പഠിച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പൊ കലേഷേട്ടന് അതും കൂടെ പെയർ ഡാൻസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? പക്ഷെ പാർവതി അതിന് സമ്മതിക്കില്ലല്ലോ. അപ്പൊ ഇപ്പൊ ഏത് മൂവിയാ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് MA നിഷാദ് സാർ സംവിധാനം ചെയ്യുന്ന കിണർ എന്ന സിനിമയാണ്. അതിനകത്ത് ജയപ്രദ മാം, പ്രണയത്തിലെ ജയപ്രദ, അവരാണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. അവരുടെ ഒരു മോളായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞങ്ങളാണ് മെയിൻ ത്രൂ ഔട്ട് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷംന ഇപ്പൊ തമിഴില് പറയൂ, വിശേഷങ്ങൾ പറയൂ, മൂവിയുടെ വിശേഷങ്ങള്. തമിഴിൽ ഞാൻ ഇപ്പം മിഷ്കിൻ സാറിന്റെ പടം കഴിഞ്ഞു, സവരക്കത്തി. വെരി സൂൺ കമ്മിങ്, ലൈക്ക് തിയേറ്ററിൽ ഞങ്ങളുടെ അതിന്റെ ട്രെയിലർ അതൊക്കെ റിലീസായി. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശശികുമാറിന്റെ ഫിലിമാണ്. അതിലൊരു അതൊരു സർപ്രൈസ്, ഒരു വേഷം, അതെനിക്ക് തോന്നുന്നത് ഒരു വേഷം തന്നെയായിരിക്കും. നമ്മുടെ ഗസ്റ്റുകളെ ഇങ്ങനെ വന്ന് വഴി തന്നെ ഇവിടെ നിർത്തി സംസാരിക്കുന്നത് ശരിയല്ല. നമുക്ക് 2 ഹോട്ട് സീറ്റ് നിങ്ങൾക്ക് വേണ്ടി അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ കൊണ്ടിരുത്തിയിട്ട് വരാം. ഓക്കെ, അത് ആയിക്കോ. ഇത് കഴിഞ്ഞ് ഇവരിന്ന് പോകും, നാളെ ഞാനേ ഉണ്ടാവുള്ളൂ ഇവിടെ, അത് മറക്കരുത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ സീറ്റിലേക്ക് ഇരിക്കാം. മരണക്കിണറിൽ ഇങ്ങനെ കറങ്ങുമ്പോഴത്തേക്ക് തല ചുറ്റൂല്ലേ? തല കറക്കം വരും. അയ്യോ, അത് വിഷയമല്ല. ആദ്യത്തെ റൗണ്ട് അടിക്കുമ്പോഴേ തല കറങ്ങും, പിന്നെ ബോധം പോവും, പിന്നെ Circus powered by Kandamkulati Kunguma Chandanadi Fairness Oil and Amrita Bindu. തെന്നിന്ത്യൻ സിനിമാ ലോകം അടക്കി വാഴുന്ന 2 സുന്ദരികൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ അവരെ ഒന്ന് ഞെട്ടിക്കണ്ടേ? നമ്മുടെ കൂടാരത്തിന്റെ എനർജി അവരിലേക്ക് പകരണ്ടേ? അപ്പൊ ആദ്യം ഗ്രാൻഡ് മാജിക്കൽ സർക്കസിലെ ഒരു മാജിക് ഷോ ആണ്. അവർക്ക് നിങ്ങൾക്കൊരു ട്രീറ്റ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ ഇവിടെ ഒരു മാജിക് പെർഫോമൻസ് ആണ് ഇവിടെ വരാൻ പോകുന്നത് അല്ലേ? ആരാണ് കലേഷേട്ടാ? പെർഫോമർ സൂരജ് ചെന്നൈയിൽ നിന്നുള്ള മെജീഷ്യനാണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ 25ാം വർഷം തികയുകയാണ് മാജിക് രംഗത്ത്. അദ്ദേഹം പ്രവേശിച്ചിട്ട്
സിൽവർ ജൂബിലി ആഘോഷിക്കാൻ പോവാണ്. ആ വേളയിലാണ് നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് സൂരജ് ഫ്രം ചെന്നൈ. Let's welcome Suraj from Chennai. This is Grand Magic and Circus powered by Kandam Kulati, Kunguma Chandanadi, Fairness Oil and Amrita Bindu.
സൂരജ് സർ, ഈ മൂവിയിലൊക്കെ പറയുന്ന പോലെ മാജിക്കുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷെ മാജിക് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത് ഇത് ആദ്യമായിട്ടാണെന്ന് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് അവിടെ നിന്ന് എന്താ പറയുക, ഒരു സെക്കൻഡ് പോലും ഞാനിത് കഴിയില്ലേ എന്ന് വിചാരിക്കായിരുന്നു. ഒരു സെക്കൻഡ് പോലും കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ഓരോ സെക്കൻഡും കൊടയും മറ്റേ പ്രാവും അതും ഇതുമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെങ്കിലും ഒരു കിടിലം വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. എന്ത് തോന്നി? ഞാൻ ആദ്യമായിട്ടാണ് മാജിക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ചെറുതിലെ ഇങ്ങനെ മാജിക് കാണുന്നത്. പക്ഷേ ഇതൊരു സീരിയസ്ലി ഇറ്റ്സ് സൂപ്പർബ്. താങ്ക് യു സോ മച്ച്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. കാരണം 25 years അമൃതയിൽ ചെയ്യാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു ചേട്ടന് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതണം. സൂപ്പർബ് ആയിരുന്നത്, എക്സ്ട്രീംലി സൂപ്പർ. Thank you so much. And I'm very proud to this stage. 25th year I'm stepping on in this field and I'm performing in Amrita, the great Grand Magical Circus. And thank you for Amrita Devi and the whole team. പാർവതി, വെരി നൈസ്. ഒന്നും പറയാനില്ല. മാജിക് എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻ്റ് ആണ് കാണുന്നവർക്ക്. ആ കാണുന്നവർക്ക് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവുന്നത് നിങ്ങളുടെ കഴിവാണ്. ഇറ്റ്സ് യുവർ ടാലൻറ്റ്. അത് എന്താ പറയുക, 100% ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരു മാജിക് കാണാൻ പറ്റി. അത് ഫുൾ എൻ്റർടൈനിങ് ആയിരുന്നു. Thank you so ബാക്കി much. എല്ലാം ഷംന ചേച്ചി പറഞ്ഞു. പിന്നെ പ്രാവ് എവിടെ പോയത് ചോദിക്കാൻ പാടില്ല. അതാണ് മാജിക്. അതാണ് മാജിക്. അത് ചോദിച്ചാൽ അതിൽ മാജിക് പോയി. അപ്പം ശരിക്കും ആ ഒരു അത്ഭുതത്തോടെ ഭയങ്കര രസകരമായിട്ട് നിങ്ങൾ കാഴ്ചവെച്ചു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. Thank you so much. അപ്പോൾ ഈ എപ്പോഴും കലാകാരൻ അവൻ്റെ കല ഫലപ്രദമായിട്ട് ഭംഗിയായിട്ട് വേദിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സ്വപ്നം. അത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൻ്റെ വേദിയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എനർജി കൂടും. ഇന്ന് നമ്മൾ എനർജി കണ്ടു. അത് കൂടിയതിൽ ഒരു അത്ഭുതമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ 25ാം വർഷമാണ്. 25 വർഷത്തിൻ്റെ അധ്വാനമാണ് നമ്മളിവിടെ 5 മിനിറ്റ് കൊണ്ട് കണ്ടത്. അപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് അടിച്ചു പൊളിക്കാം. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. ഫസ്റ്റ് എങ്ങോട്ടാ ഇടുന്നത്? ഫസ്റ്റ് ഇട്ട ഇന്നലെ പറഞ്ഞ പോലെ. ആ അതെ, ഫസ്റ്റ്. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. അതെ 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 എത്തി. ഹലോ, ആ എത്തി. ആ ഞാൻ ക്ലിയർ ചെയ്യാം. അവിടെ തന്നെ ആണോ എന്ന് ഞാൻ ക്ലിയർ ചെയ്യാം. ഓക്കെ. ആ അതെ, കുതിരയുടെ മുഖമുള്ളൊരു പയ്യനുണ്ട്. അതെ, മനസ്സാ മുഖമുള്ളൊരു കുട്ടിയുണ്ട്. അതെ, എത്തി. ഓക്കെ. ഹലോ, എൻ്റെ അപ്പോയിൻമെന്റ് ഓർഡറാണ്. എന്താ കണിക്കുന്നത്? ഇതാണ് അപ്പോയിന്റ്മെന്റ് ഓർഡർ. ഒരു കിണറിന്റെ പടവും ഒരു കാറിന്റെ പടവും. അത് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ആശാന്റെ കുറ്റമാണ്. അക്ഷരം ഒരു വിധത്തിൽ അക്ഷരം അറിയത്തില്ല. മലയാള അക്ഷരം എന്താണെന്ന് അയക്കറിയില്ല. അതിനുവേണ്ടി എനിക്ക് ഉള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ എഴുതിയാണത്. സത്യം, ഞാൻ മരണക്കിണറിൽ കാർ ഓടിക്കുന്ന ആളാണ്. അതിനാണ് ഈ ചിഹ്നം പറഞ്ഞത്. കിണർ കണ്ടില്ലേ? ഇത് മരണക്കിണർ, ഇത് കാർ. അങ്ങനെ മരണക്കിണർ കാർ ഓടിക്കുന്ന ആള്. എഴുതാനും വായിക്കാനും അറിയത്തില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ജീവിച്ചു. ഈ താഴത്തുള്ള ഈ മണിയുടെ പടം എന്താ? അതെന്റെ പേര്. എന്ത്? എന്റെ പേര് മണിയോ? അല്ല, എന്താ ചേട്ടൻ മണി എന്ന് എഴുതി കൂടെ? എനിക്ക് നേരത്തെ അക്ഷരം അറിയില്ലല്ലോ. ടീമാണ്. അപ്പൊ നമ്മുടെ മരണക്കിണറില് ഞാൻ പറയാം മരണക്കിണറിൽ വണ്ടി ഓടിക്കുന്ന ആളാണ് ഞാൻ. മരണക്കിണറിൽ വണ്ടി ഓടിക്കുന്ന മണിച്ചേട്ടനാണോ? അതെ, മരണക്കിണറിൽ വണ്ടി ഓടിക്കുന്ന മരണമണിയാണ് ഞാൻ. അതായത് മരണമണി. സിമ്പിൾ. ഇപ്പൊ പറയാൻ പറ്റുന്നില്ലേ? മരണമണി കറക്റ്റ് അല്ലേ? ഞാനിവിടെ കണ്ടംകുളത്തി വരെ തെറ്റാതെ പറഞ്ഞോണ്ടിരിക്കും. മരണമണിയാകെ തെറ്റിപ്പോയി. അതങ്ങനെ പിന്നെ വണ്ടി ഓടിക്കുന്ന അല്ലല്ല ചേട്ടാ, അതല്ല ചേട്ടൻ. അപ്പൊ ഈ മരണക്കിണറിലൊക്കെ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആളല്ലേ? എനിക്ക് അങ്ങനെയുള്ള ചേട്ടന്മാരോട് ഭയങ്കര ആരാധനയാണ്. ഒന്ന് മാറിയാ ആരാധിച്ചോട്ടെ.
ആരാ കുട്ടി പറഞ്ഞു? അല്ല ചേട്ടാ എനിക്ക് അല്ല അവിടെ ഇവിടെ നിന്നാ മതി, ഞാൻ പറയാം. ഞാൻ ഈ മരണക്കിണറിലൊക്കെ വണ്ടി ഓടിക്കുന്ന ചേട്ടന്മാരെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആരാധനയാണ്. പ്രത്യേകിച്ച് മണിച്ചേട്ടനോട് ഭയങ്കര ആരാധനയാ. ഞാനേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതെങ്ങനെയാ ചേട്ടാ ഈ മരണക്കിണറിലൊക്കെ ഇങ്ങനെ വണ്ടി ഓടിക്കണേ? ഞാനതങ്ങനെ ആർക്കും പറഞ്ഞു കൊടുക്കാത്തതാണ്. പിന്നെ കുട്ടി ആയതുകൊണ്ട് പറഞ്ഞതല്ല, നിസ്സാരമായ പ്രശ്നമല്ല. അതായത് സാധാരണ കുട്ടി എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്? ഞാൻ എങ്ങനെയാ വണ്ടി ഓടിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൽ കയറിയിട്ട് കീ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡോർ ഇങ്ങനെ തന്നെ തുറന്നു തരുമോ? അത് വിട്ടുപോയി, സോറി. ഡോറ് തുറന്നിട്ട് കേറി ഇരുന്നിട്ട് കീ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ കൂടെ വരെ എടുത്തേരാ. ശരി, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് മെല്ലെ എന്തായിരുന്നു ക്ലച്ച് ആദ്യം ന്യൂട്രൽ ആക്കിയിട്ട് ന്യൂട്രലാണെന്ന് ചെക്ക് ചെയ്തിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് ഒരു ആവശ്യം ഉണ്ടായില്ല. ക്ലച്ച് ചവിട്ടിയിട്ട് മെല്ലെ എന്താ പറയാ ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്ത്. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഈ കേറിയപ്പോ മലന്ന് കിടന്ന ഡോർ ഇനി ഞാൻ വന്നാൽ അടച്ചു തരണോ വണ്ടി വിടുമ്പോ? അങ്ങനെ ഫസ്റ്റ് ഇട്ട് വണ്ടി ഓടിച്ചു പോകണം, അത്രേ ഉള്ളു കാര്യം. അതൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയാൽ മതി, പിന്നെ വേറെ വിഷയമില്ല. അടിപൊളിയാണ്, അത്രേ ഉള്ളു കാര്യം. ചേട്ടാ ഈ ഇങ്ങനെ മരണക്കിണറിൽ ഇങ്ങനെ കറങ്ങുമ്പോഴത്തേക്ക് തല ചുറ്റൂല്ലേ? തല കറക്കം? അയ്യോ അത് വിഷയമല്ല. ആദ്യത്തെ റൗണ്ട് അടിക്കുമ്പോഴേ തല കറങ്ങും, പിന്നെ ബോധം പോവും, പിന്നെ ഇങ്ങനെയൊക്കെ കറങ്ങിക്കൊള്ളൂല്ലോ. അതാണ്, അതൊരു വിഷയമല്ല. പക്ഷെ ഭയങ്കര അഭ്യാസം. പിന്നെ എന്താണ് അറിയേണ്ടത്? ഈ ചേട്ടന്റെ ഒരു മാസ്റ്റർ പീസ് ഉണ്ട്, എന്താ ഞാൻ കണ്ടിരുന്നു. അതായത് ചേട്ടൻ ഇങ്ങനെ വരുന്നു, കാറ് തുറന്ന് കേറുന്നു, വണ്ടി ഇങ്ങനെ ഓടിക്കുന്നു, ഗ്ലാസ് താത്തുന്നു, അതിന്റെ പുറത്തു കൂടെ ഇങ്ങനെ കൈയൊക്കെ ഇട്ട് ഇങ്ങനെ കാണിക്കുന്നു. കൈയടിച്ചേ, ഭയങ്കര അഭ്യാസമാണ്. കുട്ടി കണ്ടിരുന്നില്ല? എന്തൊക്കെ കണ്ടതെന്ന് പറഞ്ഞു? ചേട്ടൻ ഇങ്ങനെ ശ്രീത, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളു. ഈ മരണക്കിണറിൽ ഇങ്ങനെ കാർ ഓടിക്കുന്നു, കാർ ഓടിച്ച് കറക്കി കറങ്ങുന്നു, ഗ്ലാസ് താഴ്ത്തുന്നു, ഗ്ലാസിനിടെ കൂടെ ഇങ്ങനെ വെളിയിലിടുന്നു, ഇങ്ങനെ നോക്കിയിട്ട് കാണിക്കുന്നു. അപ്പൊ ഞാൻ രക്ഷിക്കണേ വിളിച്ചു കേട്ടില്ലല്ലോ. ഇല്ലല്ലേ? അതാണ് ഒരു സർക്കസുകാരന്റെ മെയിൻ ഐറ്റം. അതാണ് ട്രിക്ക്. അതൊന്നും കേൾക്കാൻ പാടില്ല. അതാണ് അതിന്റെ ഒരു ബെസ്റ്റ്. അപ്പൊ ഞാൻ ഇവിടെ തന്നെ കാണും. ഇനി ഞാനിവിടെ റെഡിയായില്ലേ? റെഡിയായി. എനിക്ക് ചേട്ടനെ കണ്ടിട്ട് എനിക്കും ഭയങ്കര ആരാധന. ഒരു കാര്യം ചെയ്യേട്ടാ, ചേട്ടൻ ഇത് ചേട്ടന്റെ കയ്യിലിട്ടു. അത് ചേട്ടൻ ഇങ്ങനെ കൈയൊക്കെ പൊക്കി കാണിക്കുമ്പോഴത്തേക്ക് ഒരു സ്റ്റൈലായിരിക്കും. ഗോൾഡാണ്. അതെ കലേഷേട്ടാ, ഗിഫ്റ്റ് ഒക്കെ കൊടുക്കലൊക്കെ നടക്കാം. നമുക്ക് പ്രോഗ്രാം ഡിലേ ആവുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യണം. ചേട്ടനൊന്ന് പോയി തന്നെ നമുക്ക് തുടങ്ങാമായിരുന്നു. താമസിക്കുന്നതാണോ? അതല്ല, ചേട്ടനൊന്ന് മാറി ബിംബം പോലെ ഇങ്ങനെ കാണിക്കുന്നതല്ല സർക്കസ്. ഞാൻ ഒരുപാട് സർക്കസ് കാണിക്കുന്ന ആളാണ്. നിങ്ങളുടെ സംസാരം കേട്ടിട്ട് ഞാൻ ഏതാണ്ട് ഇവിടെ ബുദ്ധിമുട്ടിക്കാൻ വന്ന പോലെ എന്നെ ക്ഷണിച്ചിട്ടല്ലേ വന്നത്. നിങ്ങളിപ്പോ എന്നെ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഓക്കെ ആക്കില്ലേ? പിന്നാണ് ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ല, കുറെ കാലമായിട്ട് ഇത് അടഞ്ഞു കിടക്കല്ലേ ശ്രീത? അതാണ് നമുക്ക് പരിപാടി തൊഴാന്നൊന്ന് പറ. എപ്പോഴും ഇറങ്ങി പോകുമ്പോ ഞങ്ങൾക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. ദേഷിക്കാനും അറിയത്തില്ല. ഇത് വെച്ചോ. അല്ല ചേട്ടന് വേണ്ട, എനിക്കൊരു സമ്മാനം തന്നാ ഇതിനെ സഹിക്കുന്നതിന്. അല്ല അത് പോട്ടെ, നിനക്കൊരു സമ്മാനം തരും. എന്ത്? അയ്യോ, This is Grand Magical Circus powered by Kandamkulati Kunkuma Chandanadi Fairness Oil and Amrita Bindu. ഇനി ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൽ എത്താൻ പോകുന്ന ആള് യോഗ കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ യോഗ ഡെമോൺസ്ട്രേഷൻ ആയിരിക്കും. യോഗ ഡെമോൺസ്ട്രേഷൻ അല്ല, യോഗയിലൂടെ ആർജിച്ചെടുത്ത കഴിവുകളാണ് അദ്ദേഹം ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഹഠയോഗ കൃത്യമായിട്ട് ചെയ്യുന്ന, പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് വേദിയിലേക്ക് വരാൻ പോകുന്നത്. ശ്രീ മനോഹരൻ കുറ്റ്യാട്ടൂർ. Let's welcome Sri Manoharan Kutyattur. This is Grand Magical Circus powered by Kandamkulati Kunkuma Chandanadi Fairness Oil and Amrita Bindu. ഞാൻ 28 വർഷത്തോളമായി യോഗ ചെയ്യുന്നത്. യോഗയിലൂടെ അതീന്ദ്രിയമായ ഒരു കഴിവുകൾ ഉണ്ടാക്കാമെന്നുള്ള ഒരു കണ്ടെത്തലിലൂടെയാണ് ഞാൻ ചെവിയിലൂടെ ഫുട്ബോൾ നിർവഹിക്കുകയാണ് ചെയ്യുന്നത്.
പറയണ്ടേന്ന് അറിയില്ല. നമുക്ക് നോർമലി ഇത് വെച്ച് എന്താ പറയാ ഒരു സൈക്കിൾ പമ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ സൈക്കിൾ പമ്പ് അല്ലെങ്കിൽ പ്രഷർ പമ്പ് Yes, വെച്ചിട്ടാണ് നമ്മള് സാധാരണ football ഇത് ഫുട്ബോൾ ചെയ്യാ. വീർപ്പിച്ചെടുക്കുന്നത്. ഇത് ഒരു കുതിക്കുന്ന ലെവലിലേക്ക് ഫുട്ബോള് വീർപ്പിച്ചെടുക്കണമെങ്കിൽ അതിലെ പ്രഷർ എന്ന് Yes. പറയുന്നത് മിനിമം ഒരു 12 ആ പ്രഷർ വേണം, എന്നാലേ ഇത് കുതിച്ചു വരുള്ളൂ. Correct. അത് ചെവി കൊണ്ട് ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് മാജിക് അല്ല, ഇത് മാജിക് അല്ല, യോഗയിലൂടെ അദ്ദേഹം ആർജിച്ചെടുത്ത കഴിവാണ്. ഇതിന് ഹഠയോഗ എന്നാണ് പറയുന്നത്, അല്ലേ? ഞാൻ വിചാരിച്ചു ഈ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ്, ബട്ട് ഇതൊരു അറിവും കൂടി നമുക്ക് കിട്ടുന്ന ഒരു ഫ്ലോറായിട്ട് മാറി. സീരിയസ്ലി ഇതിനൊരു എന്താ ഞാൻ പറയുക, എനിക്ക് അത് പറയേണ്ട യോഗ്യത പോലും ഫസ്റ്റ് ഓഫ് ഓൾ ഇല്ല. കാരണം യോഗ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ചെയ്യാറുണ്ട്, ബട്ട് സംതിങ് എന്താ പറയുക അൺബിലീവബിൾ ആണ് അല്ലേ. നമ്മൾ മാജിക് ഒക്കെ ചെയ്യുമ്പോൾ ഇതിൽ എന്തൊക്കെയോ ട്രിക്സും Yes, correct. ഇതൊക്കെ നമ്മൾ ഉണ്ടെന്ന് നമുക്കറിയാം, ബട്ട് ഇത് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ്. ആൻഡ് ഞാൻ ഇവിടെ ഇരുന്ന് ട്രൈ ചെയ്യായിരുന്നു, എങ്ങനെയെങ്കിലും അങ്ങ് വരുമോ കാറ്റ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു നോസ് ഉണ്ടായിട്ട് മിക്ക ദിവസം ബ്ലോക്ക് ഒക്കെ അതിൽ കൂടെ നോർമലി നമുക്ക് ശ്വസിക്കാൻ പറ്റാറില്ല. അപ്പോഴാണ് ചെവി വായൊക്കെ use ചെയ്തിട്ട് തുറന്ന് വെച്ചൊക്കെയാണ്. പിന്നെ വേർഡ്സ് ഒരു ഡിക്ഷണറി വേർഡ്സിലും ഇല്ലാത്ത വേർഡ് ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമിച്ചിരിക്കുന്നു, അത്രേ. പാർവതി അത്ഭുതമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് സാധാരണ നമ്മൾ ഒരു ബലൂൺ ഊതുമ്പോൾ തന്നെ നമുക്ക് ക്ഷീണിക്കുന്ന നമ്മളാണ്. ശരിക്കും ഇതൊക്കെ വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അതെ, സന്തോഷമുണ്ട് എനിക്ക് ഇതിൽ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അഭിപ്രായമൊന്നുമില്ല. സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഷോ അല്ലെങ്കിൽ ഒരു ഐറ്റം കാണാൻ സാധിച്ചത്. താങ്ക് യു. ഒരുപാട് സന്തോഷം. വീണ്ടും വരണം. താങ്ക് യു വെരി മച്ച്. ഒരുപാട് നന്ദി സർ. This is Grand Magical Circus powered by Kandam Kulati Kunguma Chandanadi Fairness Oil and Amrita Bindu. ഗിയർ ഏത് ഭാഗത്ത് വരുമെന്ന് അതാ ചോദിച്ചത്, ഏത് ഭാഗത്ത് അവിടെ ഗിയർ ഇവനെ ഒന്നും പറയാൻ ഒക്കത്തില്ലയോ?
ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്. Powered by Kandamkulati Kunkuma Chandanadi Fairness Oil and Amrita Bindu. എന്താ മണിയുണ്ടോ? മണിയല്ലേ ഇപ്പൊ അടിച്ചത്? അയ്യോ, എന്റെ മണിയാശാനെ ഇവിടെ ആരാണ് കൊണ്ട് കെട്ടിത്തൂക്കിയത്? മണിയാശാനാ? ആ, അതാരാ? ചേട്ടാ കേറി വാ. വാ വാ വാ. അയ്യോ, കാലിന് പ്രശ്നമൊന്നുമില്ലേ? അല്ല, അവിടെ പിന്നെന്താ അങ്ങനെ നടന്നെന്തിനാ? ഞാൻ ഈ നിമിത്തങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ശരി. അതായത് ഇവിടെ നന്നായിട്ട് നടക്കുന്ന ഒരു പരിപാടിയല്ലേ, അതെ അതെ. അവിടെ ഞാൻ വലതുകാല് വെച്ച് കയറുമ്പം അതിന്റെ ഒരു ഐശ്വര്യം വേറെയാണ്. ഓഹോ. ഞാൻ ഇടതുകാല് വെച്ച് കയറുകയാണെങ്കിൽ എന്തെങ്കിലും ദോഷം സംഭവിച്ചാൽ അപ്പൊ എവിടെ ഞാൻ പോയാലും വലതുകാല് വെച്ച് കയറുക ഒരു നല്ല തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നു. അതാണ് ചേട്ടൻ അതിനെന്താ ചെയ്തത്? വലതേ കാലം വെച്ച് മാത്രം കേറി കുറെ പ്രാവശ്യം. ഓ, ഞാൻ വിചാരിച്ചു എന്തോ. ചേട്ടന്റെ പേര്? എന്റെ പേര് പുരുഷോത്തമൻ. പുരുഷോത്തം. ഇവിടെ എന്തിനാ വന്നേ? ഞാൻ സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യാം. അത് ശരി. സെക്രട്ടേറിയറ്റിൽ എങ്ങനെയാ ചേട്ടന് ജോലി കിട്ടിയ? അത് അമ്മയുടെ അനുഗ്രഹം. ചേട്ടന്റെ അമ്മയുടെ അനുഗ്രഹം? അതെ അതെ. അയ്യോ, അതെങ്ങനെ? അച്ഛനായിരുന്നു സെക്രട്ടേറിയറ്റിൽ ജോലി. ഓ, അങ്ങനെ എന്തോ ഒരു നിസ്സാര വിഷയത്തിന് എന്തോ പ്രശ്നം അവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടായപ്പോ അച്ഛനെ എടുത്ത് കിണറ്റിലിട്ടു. അങ്ങനെ ആ ജോലി എനിക്ക് കിട്ടി. എങ്ങനെ? അച്ഛനെ അമ്മയെ എടുത്ത് കിണറ്റിലിട്ടു. ആ ജോലി ചേട്ടന് എനിക്ക് കിട്ടി. അയ്യോ, നല്ല ഫാമിലി. ചേട്ടൻ എന്തിനാ ഇവിടെ വന്നേ? ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ ഇവിടെ വരാൻ പറഞ്ഞു. ആര്? എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ആര് പറഞ്ഞു? മണിയാശാൻ. ഇവിടെ ഏത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന മണിയാശാൻ? അല്ല, എന്നോട് ഇവിടെ വരാൻ പറഞ്ഞു. ആശാൻ ഇവിടെയാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് പറഞ്ഞു. മറ്റേ മരണമണിയാണോ? മണിയാശാൻ. ഓ, പുള്ളി ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ടോ? എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പുള്ളിയാണ്. എത്ര നാളായിട്ട്? ഒരു 4 വർഷമായി. 4 വർഷമായിട്ട് ഡ്രൈവിംഗ് എന്തിനാ പഠിപ്പിക്കുന്നത്? പിന്നെ 4 വർഷമായിട്ട് പഠിക്കണ്ടേ? എന്തിനാ? 4 വർഷം എന്നിട്ട് ഡ്രൈവിംഗ് പഠിച്ചോ? ഞാൻ പഠിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാറിന്റെ പുറത്ത് നിന്നിട്ട് എല്ലാം ഇങ്ങനെ പഠിച്ചു വരികയാണ്. പുള്ളി കയറിയിട്ടൊന്നും പഠിച്ചില്ല ഇതുവരെ? പുള്ളി കയറാൻ പറ്റിയിട്ടില്ല. എന്താ? ഈ നിമിത്തത്തിന്റെ പ്രശ്നമുണ്ടല്ലോ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ. നമ്മളിപ്പോ ഒരു വിവാഹം കഴിഞ്ഞ് നവവധു വീട്ടിലേക്ക് കയറുമ്പോ ഐശ്വര്യമായിട്ട് കയറണമെങ്കിൽ എങ്ങനെയാണ് കയറേണ്ടത്? വലത് കാല് വെച്ച് കയറണം. അതെ അതെ, അത് തന്നെ പ്രശ്നം. ഞാനിപ്പോ ഒരു ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഞാൻ എന്റെ ആദ്യത്തെ അനുഭവമാണ്. കാർ എന്ന് പറയുന്നത് എന്റെ ആദ്യത്തെ അനുഭവമാണ്. അപ്പൊ അത് ഐശ്വര്യമായിട്ട് തുടങ്ങാൻ എനിക്ക് പറ്റുന്നില്ല. വലതുകാല് വെച്ച് കയറാൻ പറ്റുന്നില്ല. അതാണ് എന്റെ കുഴപ്പം. അതാണ് ഇത്രയും നീണ്ടു പോകുന്നത്. ദോഷമല്ലേ? അത് ഐശ്വര്യക്കേടാണ്. നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിക്കണം, അത് ഐശ്വര്യക്കേടാണ്. അത് ശരിയാണല്ലോ. എനിക്ക് കയറാൻ പറ്റുന്നില്ല. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വലതുകാലം വെച്ചൊന്ന് കയറി നോക്കരുതോ? അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കയറി. അപ്പോഴാണ് കുഴപ്പം. എന്താ? സീറ്റ് ഫ്രണ്ടിലും സ്റ്റിയറിംഗ് പുറകിലും. ഇവിടെ വലതു ഭാഗത്തൂടെ കാല് വെച്ച് കയറുന്ന ഒരു വണ്ടി ഉണ്ട്. ഇവിടെ പഠിപ്പിക്കാന്ന് പറഞ്ഞു. ഉണ്ട്, ഇവിടെ വണ്ടിയുണ്ട്. നമ്മുടെ വില്യസിന്റെ ജീപ്പ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാ. അത് ഓടിക്കാം. അപ്പൊ ഇവിടുന്ന് വണ്ടി എടുത്ത് പോയി റോഡിൽ ഓടിച്ച് പഠിക്കാലോ. അതാ ആശാൻ പറഞ്ഞു ഇവിടെ വരാൻ പറഞ്ഞത്. അപ്പൊ റോഡിൽ ഓടിച്ച് പഠിക്കാലോ. റോഡിൽ ഓടിക്കാൻ പറ്റില്ല. എന്താ? റോഡിൽ ഓടിക്കുന്ന എനിക്ക് പേടിയാണ്. കയ്യും കാലും ഇറങ്ങി തുരുതുരെ പാണ്ടിലോറി വരികയാണ്. എനിക്ക് പേടിയാണ്. ആണോ? പിന്നെ എവിടെ ഓടിക്കും? ആശാൻ പറഞ്ഞത് ഇവിടെ വന്നാൽ നിനക്ക് ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അവിടെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ പഠിക്കാന്ന് പറഞ്ഞു. ഇവിടെ എവിടെ അങ്ങനെ ഒരു സ്ഥലം? എതിരെ വണ്ടി വരത്തില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ആശാൻ പറഞ്ഞ എന്തോ മരണക്കിണറ്റിൽ വണ്ടി ഓടിച്ച് പഠിക്കാടാ. അവിടെ ശല്യമില്ല, നമ്മൾ രണ്ടുപേരും കാണത്തുള്ളത്. നിങ്ങൾ മരണക്കിണറിലാണോ വണ്ടി ഓടിച്ച് പഠിക്കുന്നത്? വണ്ടി ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ബെസ്റ്റ് ടീമാ. ചെല്ല് പഠിക്കാം. മണിയാശാൻ ഇവിടെ. മണിയാശാനൊക്കെ ഉണ്ട്. മരണക്കിണറിന് അടുത്തുണ്ട്. ഇവിടുന്ന് പോയി അടുക്കളയുടെ ലെഫ്റ്റ് സൈഡിലാ മരണക്കിണർ. അവിടെ പോയി കഴിഞ്ഞാൽ ആശാൻ പോയി പഠിക്കട്ടെ. അതിന് മരണക്കിണറെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ അതെ. മരണക്കിണറിലേക്ക് വലതുകാലം വെച്ച് ചാടിക്കോട്ടെ. ഇനി ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദി കൈയടക്കാൻ എത്തുന്നത് 2 നർത്തകരാണ്. അമിതും സാക്ഷി. എവിടെ നിന്നാണ് അവർ വരുന്നത്? ഗോവയിൽ നിന്നാണ് വരുന്നത്. അവരുടെ പ്രത്യേകത ശ്രുത പറയും. അവരുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഒരു വലിയ പ്രത്യേകതയുള്ളത്, ഇവര് ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച സാൽസ ഡാൻസേഴ്സ് ആണ്. ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം അമിതിനും സാക്ഷിക്കും. Let's welcome Amit and Sakshi from Goa. This is Grand Magical Circus powered by Kandamkulati Kunkuma Chandanadi Fairness Oil and Amrita Bindu.
guys are really awesome, no words. നമ്മുടെ ഗോവയിൽ നിന്ന് എത്തിയിട്ടുള്ള എന്താ പറയുക, ഏഷ്യയിലെ തന്നെ ഏറ്റവും സൂപ്പർവായിട്ടുള്ള സാൽസ ഡാൻസേഴ്സ് ആണ്. ശ്രീത, നമ്മൾ അഭിപ്രായം പറയുന്നതിനേക്കാളും നല്ലത് രണ്ട് നർത്തകരാണ് അവിടെ ഉള്ളത്. രണ്ട് എന്താണ് നിങ്ങളുടെ രണ്ട് എന്താണ് ഫിലിമിലും വേദികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളാണ് ഡാൻസേഴ്സ്. Amit and Sakshi, no words, fantastic, fabulous and beautiful. So much of grace you both were having. What a grace, man. And Amit, you look so cute. Thank you. Your face is so cute. ഷംനയ്ക്ക് അമിത്തിന്റെ കൂടെ ഡാൻസ് ചെയ്യണം. അത് ഞാൻ പറയും. അതെന്തിനാ ഇയാള് പറയണേ? ഞാൻ പറയില്ലേ? അല്ല, ഞാൻ ഇത്രയൊക്കെ എക്സൈറ്റ്മെന്റ് കണ്ടപ്പോ എനിക്ക് തോന്നി. തീർച്ചയായിട്ടും ഞാൻ ഈ സാരിയില് ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും സാൽസ ചെയ്യാൻ പോകുന്നത്. സാൽസ ഇൻ സാരി. But no lift. Okay, no lift. But you know, I'm going to dance with you. Sure, man. But I don't know anything Yeah, about it's salsa. very easy, don't worry. And Sakshi, you are, forget about your lift and stuff. What a perfection ellathinum. I can't even say about it because you were really superb. Superb. Thank you, man. Parvati. It was a very beautiful act, very beautiful, very graceful. You were very graceful and you were like killing. Oh, thank you so much. Thank you. Thank you so much. ഏയ് ഷംന വാ, വരൂ ഡാൻസ് ചെയ്യാം. പാർവതി, അപ്പൊ നമ്മുടെ പാർവതിയും ഷംനയൊക്കെ ഡാൻസ് ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. ഒരു ജ്യൂസെങ്കിലും അവർക്ക് കൊടുക്കണ്ടേ? ഡാൻസ് ചെയ്ത് ക്ഷീണിച്ചല്ലേ? തീർച്ചയായിട്ടും. അമിതും സാക്ഷിയും ആണെങ്കിൽ ഇനി ഒരു 3 പെർഫോമൻസ് കൂടെ കഴിഞ്ഞിട്ട് മതി അവർക്ക് ജ്യൂസ്. പക്ഷെ നമ്മുടെ രണ്ട് താരങ്ങൾക്ക് ഇനി ജ്യൂസ് കൊടുത്തില്ലെങ്കിൽ ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ നിങ്ങളുടെ പേര് പറഞ്ഞ ജ്യൂസൊക്കെ കുടിക്കാൻ പോണ ആരാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇങ്ങനെ വിളിച്ചു പറയേണ്ടതല്ല പബ്ലിക്കിൽ. അല്ല, എന്താണെങ്കിലും നമുക്കൊരു ബ്രേക്ക് എടുക്കണം. അതാണ് ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്. പവർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമചന്ദന, ദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. പ്ലീസ് അങ്ങനെ പറയരുത്. എനിക്ക് ലൈസൻസ് എങ്ങനെയല്ലോ റെഡിയാക്കി തരണം. എടാ, ലൈസൻസ് വേണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എങ്ങനെ നിർബന്ധിച്ചാൽ എങ്ങനെയാണ്? ലൈസൻസ് വേണമെങ്കിൽ നമ്മൾ എല്ല് വെച്ച വണ്ടി വേണം ആദ്യം ഓടിക്കേണ്ടത്. എല്ല് വെച്ച വണ്ടി ഓടിച്ചെങ്കിൽ ലൈസൻസ് കിട്ടത്തുള്ളൂ. ആശാൻ, ഇത് ഇന്നലെ ഒന്ന് പറയണ്ടായിരുന്നു. ഇത് ഇപ്പൊ പറഞ്ഞ ഞാൻ ഇവിടുത്തെ എല്ല് സംഘടിപ്പിക്കും. ഇന്നലെയാണ് ഞങ്ങളുടെ വീടിനടുത്ത് ഞങ്ങളുടെ നാണുവാശം മരിച്ച എന്റെ സഞ്ചയനമായിരുന്നു ഇന്നലെ. ഇന്നലെ അവർ എല്ലും എടുത്ത് കുഴിയും മൂടി. ഇന്നലെ പറഞ്ഞായിരുന്നു ഒരു കഷ്ണം ഞാൻ ചോദിച്ചു മേടിക്കത്തില്ലായിരുന്നു. ഇന്നലെ പറയേണ്ട കേസല്ലേ? എനിക്കിപ്പോ ലൈസൻസ് കണക്കിന് ഇവന്റെ അടുത്ത് എച്ച് വെട്ട് കൊടുക്കാൻ പറഞ്ഞ കൊച്ചിന്റെ എഞ്ചു വടിയും പറിച്ച് കയറിക്കൊണ്ട് വരുമല്ലോ ഇവൻ.
അത് പോട്ടെ സങ്കല്പത്തിൽ ഇപ്പൊ നീ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം. സങ്കല്പത്തിൽ വണ്ടി കിടക്കുന്നു, നീ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ ആദ്യം എന്താണ് ശ്രദ്ധിക്കുന്നത്? അതിന് ഞാൻ വണ്ടി കയറിയില്ലല്ലോ. സങ്കല്പത്തിൽ നിന്നെ ഞാൻ വണ്ടിയിൽ എടുത്ത് വെക്കാം, എടുത്ത് കയറി കഴിഞ്ഞു, നീ ആദ്യം എന്താണ് ശ്രദ്ധിക്കുന്നത്? ഞാൻ കയറി കഴിഞ്ഞ് ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മിണി ചേച്ചിയുടെ മാലയോ വളയോ വല്ല അതിനകത്ത് ഊരി കിടപ്പുണ്ടോ എന്ന് നോക്കണ്ടേ? നിന്റെ പെണ്ണുപിള്ളയുടെ കമ്മലും മാലയും നോക്കി കൊണ്ടുവന്നാൽ വണ്ടി നീങ്ങോടാ? ഇല്ല. നീങ്ങോ? ഇല്ല. അപ്പൊ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം ശ്രദ്ധിക്കേണ്ടത് അത് പോട്ടെ, സങ്കല്പമല്ലേ. സങ്കല്പം പോട്ടെ. ഫസ്റ്റ് എങ്ങോട്ടാ? ഫസ്റ്റ് കുഞ്ഞമ്മയുടെ വീട് വരെ ഒന്ന് പോകണം. ഇന്നലെ ഇച്ചിരി പൈസ ചോദിച്ചായിരുന്നു, അത് കൊടുത്തിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സുഖമായിട്ട് പഠിക്കാമല്ലോ. കുഞ്ഞമ്മയുടെ വീട്ടില് ഒരെണ്ണം നത്തായിരിക്കും കേട്ടോ. ഇത് സങ്കല്പം. അത് പോട്ടെ, ഗിയർ ഏത് ഭാഗത്ത് വരും? ഗിയർ ഏത് ഭാഗത്ത് വരും? ഗിയർ ഏത് ഭാഗത്ത് വരും? ഇപ്പൊ നീ ആശാനും ഞാൻ ശിഷ്യനുമായോ? ഗിയർ ഏത് ഭാഗത്ത് വരുമെന്ന് അതാ ചോദിച്ചത്. ഗിയർ ഏത് ഭാഗത്ത്? അവിടൊക്കെ ഗിയർ ഒന്നും പറയാൻ ഒക്കത്തില്ലയോ കണക്കിന്? പോട്ടെ, ഫസ്റ്റ് എങ്ങോട്ടാ ഇടുന്നത്? ഫസ്റ്റ് ഗിയർ ഫസ്റ്റ് എങ്ങോട്ടാണ് ഇടുന്നത്? ഫസ്റ്റ് ഏത് ഭാഗത്താണ്? ഗിയർ ഏത് ഭാഗത്ത്? ഗിയർ നിന്റെ ഇടത് ഭാഗത്ത് വരും. ഇടത് ഭാഗത്ത് ഇങ്ങനെ നീണ്ട ഒരു സാധനം വരും, അതാണ് ഗിയർ. സങ്കല്പം ആയതുകൊണ്ടാണ് ശരിക്കും. ആയിക്കോട്ടെ. ഫസ്റ്റ് എങ്ങോട്ടാണ് ഇടുന്നത്? ഫസ്റ്റ് ഇട്ട ഇന്നലെ പറഞ്ഞ പോലെ. അതെ, ഫസ്റ്റ്. ഞാൻ ഇടുന്നില്ല, എന്റെ എല്ലാ കുറ്റം എന്റെയാണ്. ഞാൻ ഇടുന്നില്ല. വണ്ടി ഓടിക്കാൻ നീ അല്ലടാ ഗിയർ ഉണ്ടത്, ഞാൻ ഇടണോ ഗിയർ? അത് പോട്ടെ, ഗിയർ ഇടുമ്പോഴേ ക്ലച്ച് ചവിട്ടണ്ടേ? ചവിട്ടിയാ നീ? ഞാൻ ചവിട്ടണോ? അല്ല, നീ ചിരിക്കല്ലേ കേട്ടാ, നമുക്ക് കേട്ട് ചിരിക്ക. അവൻ്റെ 8 എടുക്കാൻ പറഞ്ഞാൽ അവൻ പറയാം എനിക്ക് 9 എടുത്താൽ മതി, 9 ഇഷ്ടം. ആ പറഞ്ഞവനാണ് ആയിരിക്കുന്നത്, നീ ചിരിക്കുന്നത്. അത് പോട്ടെ, നീ ഇപ്പൊ എവിടെ വരെ ആയി? അല്ല, ക്ലച്ച് ചവിട്ടുന്നില്ല. ഞാനാണോ ചവിട്ടണ്ടേ? അല്ല, ഒരു കാര്യം ചെയ്യാം, കൊല്ലത്തിന്റെ സുഹൃത്തുണ്ട് കുഞ്ഞുമോൻ തയ്യക്കാരൻ, അവനെ വിളിക്കാം. ഞാൻ അവനെ നമ്പർ അല്ല, പുള്ളിക്ക് വരാൻ പറ്റും. എന്തിനു കഴങ്ങനാടാ നീ? ഇമ്പോസിബിൾ, ഒന്നും മനുഷ്യനാൽ നടക്കാത്തതൊന്നുമില്ലെന്ന് ആരോ എഴുതി വെച്ച് അവനെ ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ ഇത് ഒരിക്കലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നെ ഞാൻ മരണക്കിണറിൽ കേറ്റാം കേട്ടാ. ഓക്കെ, അത് പോട്ടെ. സ്റ്റിയറിങ് ഏതാണ്? പറഞ്ഞു തന്നില്ലല്ലോ. 4 വർഷം കൊണ്ട് ചൊരക്കിയാണ് എന്റെ കൂടെ. 4 വർഷം കൊണ്ട് ഉണ്ടാക്കിയാണ്. ഇത് സങ്കല്പമല്ലേ? സങ്കല്പമാണെന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയട്ടെ. കാറിന്റെ വെളിയിൽ നിന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നെ ഇതുവരെ അകത്ത് കയറ്റിയിട്ടില്ല. ഞാൻ അകത്ത് കയറിയിട്ടില്ലല്ലോ. അകത്ത് കയറണം, കേറ്റാം, എടുത്ത് കയറ്റും. അപ്പോഴാണ് സ്റ്റിയറിംഗ്. എന്നാലും പറഞ്ഞൂടെ, കൊച്ചു പിള്ളേരോട് ചോദിച്ചാൽ പറയുള്ളൂ സ്റ്റിയറിംഗിനെ റൗണ്ടിൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന സാധനം. അത് സ്റ്റിയറിംഗ്. അതല്ല പറഞ്ഞു തന്നെ, അതായിരുന്നു സ്റ്റിയറിംഗ്. അതായിരുന്നു സ്റ്റിയറിംഗ്. ഇന്നിനിപ്പോ ഊറ്റാനേ നടക്കൂല. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. 2000 രൂപ ഫീസ്. ഭയങ്കര ടെൻഷനാണ്. പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല, ഇഞ്ചിഞ്ചായിട്ട് പഠിപ്പിക്കാം. നിന്നെ ഞാൻ കുറേ നാൾ കൊണ്ട് പഠിപ്പിക്കാം. ആയിക്കോട്ടെ, ഫീസ് 2000 രൂപ. ഇന്നത്തെ ഫീസ് 2000 രൂപ. ഇന്ന് 2000 ആയോ? അതെ. നമ്മളിന്ന് പഠിച്ചത് കാറ് സങ്കല്പത്തിൽ. അതാണ്. ഗിയർ, ക്ലച്ച് എല്ലാം സങ്കല്പത്തില്. അതെ. സ്റ്റിയറിംഗ് സങ്കല്പത്തില്. അതെ. 2000 സങ്കല്പത്തിൽ. അപ്പൊ തീരെ മണ്ടനല്ല. അതിനി ഞാനാന്നു വണ്ടി ഉണ്ടി തള്ളി 9 പോയിട്ട് വരട്ടാ. This is Grand Magical Circus powered by Kandamkolatti Kunkuma Chandanadi Fairness Oil and Amrita Bindu. ഈ മാജിക്കും സാൽസയും അതുപോലെ തന്നെ ഈ ഘടയോഗയൊക്കെ കണ്ടിരുന്ന് 1 മണിക്കൂർ പോയത് നമ്മൾ അറിഞ്ഞില്ല. ഇപ്പൊ എന്താണ്, നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിനെ ഇങ്ങോട്ട് താഴേക്ക് ക്ഷണിക്കുകയാണ്. മാനത്തെ മിന്നും താരങ്ങൾ മഞ്ഞിലേക്ക് വരും. പാർവതി, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ ഒരു എപ്പിസോഡ്? എന്താണ് എക്സ്പീരിയൻസ്? പൊളിച്ചടുക്കി, ഗംഭീരായിരുന്നു. ഓരോ പെർഫോമൻസും പുതുമയുള്ളതായിരുന്നു. നമ്മൾ കാണാത്ത, നമ്മളെല്ലാവരും ബാക്കി ഡാൻസ് ആയാലും എന്ത് പെർഫോമൻസ് ആയാലും നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ ഇല്ലാത്ത പെർഫോമൻസ് ആയിരുന്നു ഓരോന്നും.
മാജിക് ആയാലും സാൽസി ആണെങ്കിലും ഘടയോഗ ആണെങ്കിലും എല്ലാം നമുക്ക് ഓരോന്ന് കാണുമ്പോഴും എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാം ഡിഫറെന്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്നാണ് പറയണേ. അപ്പൊ അടുത്ത എപ്പിസോഡിലും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യില്ലേ? ഞങ്ങൾ പോവില്ല ഇവിടുന്ന്. ഇനി വേണമെങ്കിൽ ഇത് പ്രോഗ്രാം കഴിയുമ്പോൾ നമ്മൾ രണ്ടുപേരും ആയിരിക്കും ഇത് പറയുന്നതും. എന്റെ ഞങ്ങൾ ക്ലോസ് ചെയ്യും. ഉറപ്പായിട്ട് ശ്രുത നമ്മുടെ പണി പോവാതെ നോക്കിക്കോട്ടെ. അടുത്ത എപ്പിസോഡോടെ മതി, അത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സീരിയസ്ലി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിന് ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോ എന്തിനു പോയാലും ചിലപ്പം കോമഡി മാത്രമായിരിക്കും, അല്ലെങ്കിൽ പാട്ട് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഡാൻസ് മാത്രമായിരിക്കും. ഇത് എല്ലാം കൂടി ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷോ ആകുമ്പോൾ സംതിങ് റിയലി ഗുഡ്, ഡിഫറെന്റ് ഷോ. കണ്ടത് മനോഹരം, കാണാനിരിക്കുന്നത് അതിമനോഹരം എന്നാണ് പറയാ. കാണാനിരിക്കുന്ന പാട്ടുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ കണ്ടം കൊളത്തി, കുങ്കുമചന്ദനാദി, ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ദേവി സ്വാമി, എന്തോ ഒരു സ്വാമിയുടെ അവസ്ഥ അറിയാലോ. Please slowly raise your both hands up just like this. Let it go. राजा मियां छड़ दो यार चंगी नहीं हो इश्क में मारी राजा मियां